വേണ്ടി നിലകൊള്ളു. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് കുത്തക മുതലാളി വർഗത്തിന് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൈവശപ്പെടുത്താൻ കഴിയുന്ന നയങ്ങൾ ആവിഷ്കരിച്ചത്. ആഗോളവൽക്കരണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ നയം 1991 രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് കെട്ടിപ്പടുത്ത പൊതുമേഖലാ കമ്പനികൾ സ്വകാര്യ മുതലാളിമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ നയം തുടങ്ങിയത് 91 വലിയ സമരങ്ങളാണ് നമ്മൾ നടത്തിയത്. ആ സമരങ്ങളുടെ ഫലമായി ഉദ്ദേശിച്ച വേഗതയിൽ എല്ലാ പൊതുമേഖലയും സ്വകാര്യവൽക്കരിക്കാൻ അന്നത്തെ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. എന്നാൽ 98 വാജ്പേയി ഗവൺമെന്റ് വന്നപ്പോൾ, BJPയുടെ ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോൾ വലിയ തോതിലുള്ള സ്വകാര്യവൽക്കരണം നടന്നു. അന്നും വലിയ സമരങ്ങൾ വന്നു തൊഴിലാളികളുടെ. അതുകൊണ്ട് സ്വകാര്യവൽക്കരണ നടപടികൾ കുറച്ചൊരു വേഗത കുറഞ്ഞു. 2004 വീണ്ടും കോൺഗ്രസ് വന്നു. UPA ഗവൺമെന്റ് 1. ആ ഗവൺമെന്റിന്റെ പ്രത്യേകത 43 ഇടതുപക്ഷ MP മാരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രം ഭരിക്കാൻ കഴിയുന്ന ഗവൺമെന്റായിരുന്നു.